Eastern Magic Beats, ready? UGS Gold Loan Mystic Ragas, ready? Okay. Ready. Super Orchestra, ready? Judges, ready. Ready, yaar. Oh, പ്രേക്ഷകരും റെഡി, എല്ലാരും റെഡി. എന്നാ പിന്നെ നമുക്ക് Are you ready? I'm ready. Okay, let's start then. Yes, നമുക്ക് ലേറ്റസ്റ്റ് ഹിറ്റ്സ് റൗണ്ടിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. പിന്നല്ലാണ്ട്. ഓക്കെ, അടിച്ച് പൊളിച്ചങ്ങ് തുടങ്ങാം. തകർക്കാം. തകർക്കാൻ വേണ്ടി തകർക്കാൻ പറ്റിയ ആളെ ഞാൻ വിളിക്കുന്നത് മാജിക് ബീറ്റ്സിന്ന് വരാൻ പോകുന്നു നമ്മുടെ ഹനക്കുട്ടി. അരെ വാ Let's welcome ഹന. ഭൂലോകം സൃഷ്ടിച്ച കർത്താവിന്നു സ്തുതി, പ്രേമത്തെ സൃഷ്ടിച്ച കർത്താവിന്നു സ്തുതി. പൂങ്കാടും പൂന്തെന്നലും പുൽമേടും വാനവും നിന്നെയും സൃഷ്ടിച്ച കർത്താവിന്നു സ്തുതി. മുഴുവൻ നീയേ, മൊത്തം ഉലകം നീയേ, കാറ്റും തണലും നീയേ, നീയേ കത്തും മുറിവും നീയേ, എൻ തെറ്റും ശരിയും നീയേ, എൻ കനവും കഥയും നീയേ. ഉടലും ഉയരും നീ മൂടിയ നേരം ശ്വാസം മുട്ടുന്നേ, പിടയുന്നേ പറയും വാക്കും നിൻ കണ്ണില നോക്കും മെല്ലെ കൊല്ലുന്നേ, ഉരുകുന്നേ ക്ഷീണിച്ച പകരം ഞാൻ എന്തു തരാനായി, സ്നേഹത്താൽ കൊന്നു തരാനായി ചുണ്ടാകും തൂക്കിൽ നിന്നുണ്ട് എതിർക്കാമാമേ. മരണം വരെ നീ ഓർക്കാൻ മരണം വരെ നീ ഓർക്കാൻ. ഭൂലോകം സൃഷ്ടിച്ച കർത്താവിന്നു സ്തുതി, പ്രേമത്തെ സൃഷ്ടിച്ച കർത്താവിന്നു സ്തുതി. പോകേൻ വെള്ളപ്പൂക്കളും ഞാനാകും ഓർമ്മയും നിന്നുള്ളിൽ കാക്കുന്ന കർത്താവിന്നു സ്തുതി. ഭൂലോകം സൃഷ്ടിച്ച കർത്താവിന്നു സ്തുതി, പ്രേമത്തെ സൃഷ്ടിച്ച കർത്താവിന്നു സ്തുതി. പൂങ്കാടും പൂന്തെന്നലും പുൽമേടും വാനവും നിന്നെയും സൃഷ്ടിച്ച കർത്താവിന്നു സ്തുതി. ഉടലും ഉയരും നീ മൂടിയ നേരം ശ്വാസം മുട്ടുന്നേ, പിഴയുന്നേ പറയും വാക്കും നിൻ കണ്ണിനെ നോക്കും മെല്ലെ കൊല്ലുന്നേ, ഉരുകുന്നേ ക്ഷീണിച്ച പകരം ഞാൻ എന്തു തരാനായി, സ്നേഹത്താൽ കൊന്നു തരാനായി ചുണ്ടാകും തോക്കിൽ നിന്നുണ്ട് എതിർക്കാമാമേൻ. മരണം വരെ നീ ഓർക്കാൻ മരണം വരെ നീ ഓർക്കാൻ. മരണം വരെ നീ ഓർക്കാൻ. ഹന ചേച്ചി ഭയങ്കര ആറ്റിറ്റ്യൂഡ് ആയിരുന്നല്ലോ Thank you, പാട്ട് full. ചേച്ചി. ചിരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പാട്ടില്. ആര് പറഞ്ഞു? ഷാഹുൽ ചേട്ടൻ. പറഞ്ഞിരുന്നല്ലേ, അതാണ് ഇങ്ങനെ ഇങ്ങനെ ഒറ്റ നിപ്പായിരുന്നല്ലോ, ഇങ്ങനെ ഭയങ്കര ആറ്റിറ്റ്യൂഡില്. അതെ, ഇഷ്ടപ്പെട്ടോ ഈ ലേറ്റസ്റ്റ് ഹിറ്റ് റൗണ്ട്? ഇഷ്ടപ്പെട്ടില്ല. ഇഷ്ടപ്പെട്ടില്ലേ? എന്ത് പറ്റി ഇഷ്ടപ്പെടാന്? ലേറ്റസ്റ്റ് എന്ന് പറയുമ്പോൾ അത് നമ്മളാണ്. അല്ല എന്ന് വെച്ചാല് എല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്ന് വെച്ചാല് മുന്നുള്ള ജനറേഷൻ അത് ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. അതെന്താ നിങ്ങൾക്കൊന്നും ഇഷ്ടപ്പെട്ടില്ലേ? എനിക്ക് ഇഷ്ടമായി പാട്ട്. അതെനിക്ക് പാടാൻ നേരത്തൊരു പേടിയായിരുന്നു. ഇഷ്ടപ്പെടുവോന്ന്? ആ ഈ പടം കണ്ടിട്ടുണ്ടോ? ബോഗൻവില്ല. ആ ഇല്ല, കഥ കേട്ടു. ആരെ പറഞ്ഞെന്ന് കഥ? ഇത് അജല പറഞ്ഞു. അജൽ ഈ സിനിമ കണ്ടതാണോ? ഓ, സന്തോഷം. ഓക്കെ, അപ്പൊ ഈ പാട്ടിന്റെ അർത്ഥമൊക്കെ മനസ്സിലായിരുന്നോ ഹനക്ക്? ആ ഒന്ന് പറഞ്ഞു ഞങ്ങൾക്ക് മനസ്സിലായി. നമുക്കൊന്ന് സൃഷ്ടിച്ച കർത്താവിന് സ്തുതി, ഓക്കെ ആ പ്രേമത്തെ സൃഷ്ടിച്ച കർത്താവിന് സ്തുതി. ഓക്കെ, എന്താ ഈ സ്തുതി? പ്രൈസ് ദി ലോർഡ്. അരെ വാ, ഫാന്റാസ്റ്റിക്, ഗുഡ്, കറക്റ്റ്. ആ അപ്പൊ ഭൂലോകം സൃഷ്ടിച്ചതിനും പ്രേമത്തെ സൃഷ്ടിച്ചതിനും താങ്ക് യു. സ്തുതി, സ്തുതി, പ്രൈസ്. അതെ, അതെ, കറക്റ്റ്.
പൂങ്കാടും പൂന്തെന്നലും പുൽമേടും വാനവും. എന്താ പൂങ്കാടെന്ന് വെച്ചാല് പൂ ഉള്ള ഫോറസ്റ്റ്. പിന്നെ ഗാർഡൻ. പൂങ്കാടല്ലേ, ഗാർഡൻ എന്ന് പറഞ്ഞ പൂന്തോട്ടമല്ലേ? ഒന്നും അറിഞ്ഞൂടാ അല്ലേ, ചുമ്മാ ഇവിടെ കയറി ഇരിക്കുക. അതെ, ഇനി ഹനനെ എത്തിയാലോ? അതെ. എന്നിട്ട് പൂങ്കാടും പൂന്തെന്നലും. തെന്നലെന്ന് വെച്ചാ കാറ്റാണ്. പൂത്തെന്നൽ, പൂ പോലെ വരുന്ന തെന്നൽ. പിന്നെ പുൽമേടും, അതെനിക്കൊന്നു അതെനിക്കറിയില്ല. ഒരു ചെറിയ കുന്ന്. പുൽമേടും വാനം. വാനം ആകാശ് ആണോ? ഓക്കെ. പിന്നെ വനമാണ് ഫോറസ്റ്റ്. വനമല്ല, വാനം. വാനം ഇത് ആകാശം. പൂങ്കാടും പുന്തനലും പുന്മേടും നിന്നെയും സൃഷ്ടിച്ച കർത്താവിന് സ്തുതി. അത്രേ ഉള്ളൂ. സിമ്പിൾ അറിയാം കൊച്ചിന്. ഗുഡ്. ചോദിക്കാം നമുക്ക്. ശരത് സർ. ഇതെനിക്ക് കുറേ ഇഷ്ടമുള്ള പാട്ടാണ് ചക്കരെ. അതൊരു ഒരു രസമാണിത്. ഇതിന്റെ ഒരു വൈബ് വേറെയാണ്. നല്ല രസമായിട്ട് തന്നെ അത് ഹന പാടി. നമ്മുടെ കോറസ് പിള്ളേരും അസാധ്യം അവരും മാക്സിമം സപ്പോർട്ട് ചെയ്തു. ഒരു എന്താ പറയുക, എനിക്ക് ഇഷ്ടമായടാ നീ പാടി. എനിക്ക് 100% ഇഷ്ടമായി കേട്ടോ. എനിക്ക് ഒന്നാമത് ഈ ചെയ്ത് ഇപ്പൊ സുഷിനാണെങ്കിലും സച്ചേ ഒരു സ്വീറ്റ് ഹാർട്ടാണ്. അപ്പോൾ സുഷിൻ്റെ പാട്ടായതുകൊണ്ടും കൂടെ എനിക്ക് അതിനോട് കുറേ ഇഷ്ടം. അതിനെ മൊത്തത്തിൽ കാണാനും ഒരു ഭയങ്കര ഒരു സുഖമുണ്ട്. ഇപ്പൊ വലിയൊരു പാർവതിയുടെ ഭാഷയിൽ പറഞ്ഞ വലിയൊരു പാട്ട് പാറൂ. എടാ ചക്കരെ നന്നായിരുന്നടാ, അടിച്ചു പൊളിച്ചു. താങ്ക് യു സർ. ഷാനിക്ക സർ, ഈ പാട്ട് ഇഷ്ടമാണോ? പക്ഷെ പാടാൻ താല്പര്യമില്ല, അങ്ങനെയാണോ? താല്പര്യമില്ല എന്നല്ല, ഇവിടെ പാടാനൊരു പേടി. ഞാൻ ചോദിക്കട്ടെ, ഞാനിപ്പോ ഒരു റെക്കോർഡിങ്ങിന് ഞാൻ വിളിക്കുകയാണ്. ഇത് ഏകദേശം ഇതുപോലത്തെ ഒരു പാട്ടാണെന്ന് വിചാരിക്കുക. ഹന ഈ പാട്ട് കേട്ടിട്ട് ഹന തീരുമാനിക്കുകയാണ്, ഇല്ല ഇത് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഇത് എന്റെ പേര് പോവും, ഇത് ആർക്കും ഇഷ്ടാവില്ല. ഇപ്പൊ അതന്നെ സെയിം പ്രോസസ് അല്ലേ, പാടുന്നത് ആളുകൾക്ക് ഇഷ്ടാവോ എന്നുള്ള ഒരു പേടി. അപ്പൊ അത് എങ്ങനെയാണത് ശരിയാവുന്നത്? അതെന്തൊരു ജഡ്ജ്മെന്റ്? അത് ചേച്ചി ഇല്ലേ, ചേച്ചി പാടിയത് എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ അത് ഞാനിവിടെ പാടുമ്പോ ഹനക്ക് റിയാലിറ്റി ഷോയിൽ ഇത് പാടാൻ പറ്റും. ഒരു കോമ്പറ്റീഷൻ ആയതുകൊണ്ട് ഈ പാട്ട് പറ്റുമോന്നുള്ള ടെൻഷനാണ്. അവിടെ വിഷമം അതല്ല, ജനങ്ങൾ കേൾക്കുന്നു എന്നുള്ളതല്ല. നമ്മള് 4 പേര് ഇവിടെ ഇരുന്നിട്ട് നമുക്കത് ബോധ്യമാകുമോ, എന്തോന്ന് പാട്ട് ഇതെന്നൊക്കെ നമ്മൾ ചോദിച്ചാൽ റിയാലിറ്റി ഷോ ആണല്ലോ. നമ്മളങ്ങനെ പറയോ മോളെ? പാട്ടിന് കൊടുക്കാനുള്ളത് എന്റെ പൊന്നുമോളെ നീ കൊടുത്തിട്ടുണ്ട്. ഞാൻ ആക്ച്വലി ബോഗൻവില്ലയിൽ ഈ പാട്ട് ഹന അയ്യോ എന്ന് വിചാരിച്ചിരിക്കുകയാണ്. പക്ഷെ മോൾ ഉഗ്രനായിട്ട് പാടി. ഈ ആവശ്യമില്ലാത്ത ടെൻഷനും കൂടെ എടുത്ത് തലയിൽ വെക്കാതിരിക്കാൻ ഒരു പാട്ട് കിട്ടി. അത് എങ്ങനെ എത്ര നന്നായിട്ട് ഇവിടെ പെർഫോം ചെയ്യാൻ പറ്റും അത് മാത്രം ആലോചിച്ചാൽ മതി കേട്ടോ. ആ ടോൺ ഷിഫ്റ്റ് ഒക്കെ അടിപൊളിയായിരുന്നു. സാധാരണ ഹന ഇവിടെ എപ്പോൾ വന്നു കഴിഞ്ഞാലും ഭയങ്കര ഇന്നസെന്റ്, ഭയങ്കര പ്ലസന്റ് എന്നൊക്കെ. അതിന്ന് ഹന കംപ്ലീറ്റ്ലി സ്വിച്ച് ചെയ്തു. ആ ഒരു ഡാർക്ക് സംഭവം ഉണ്ടല്ലോ, അതൊക്കെ വന്നു കാലിക്ക് പോലെ. ഹന ഒരു പാട്ട് സെലക്ട് ചെയ്തു, ഹന പാടിക്കഴിഞ്ഞു. ഇതിലെനിക്ക് വലുതായിട്ടൊന്നും ജഡ്ജ് ചെയ്യാനില്ല. നന്നായിട്ട് പാടി, ഉള്ള സാധനം അങ്ങ് പ്രസന്റ് ചെയ്തു. ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിന് സംഗതികളോ ബാക്കി അങ്ങനത്തെ സംഭവമൊന്നും ഇല്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു എന്ന് ഞാൻ പറയുന്നില്ല. എനിക്ക് കുറച്ച് അർത്ഥങ്ങൾ അറിയാനുണ്ട്. നേരത്തെ പറഞ്ഞ വളരെ സിമ്പിളായിട്ടുള്ള സ്ഥലമാണ്. എനിക്ക് ഉടലും ഉയരും നീ മൂടിയ നേരം ശ്വാസം മുട്ടുന്നേ പിട, അവിടം തൊട്ടുള്ള 4 വരിയുടെ അർത്ഥം പറഞ്ഞു തന്നത്. ഉടൽ എന്ന് വെച്ചാ ശരീരം, ഉടലും ഉയരെന്ന് വെച്ചാല് സോൾ, ആത്മാവ്. ഉടലും ഉയരും നീ മൂടിയ നേരം, അതായത് നമ്മൾ മരിക്കുമ്പോൾ നമ്മളെ ഒരു വെള്ള തുണിയിൽ പൊതിയും. ആ പൊതിയുന്ന നേരം അതിനു മുന്നേ നമ്മൾ മരിക്കും. പക്ഷെ അതിനെങ്ങനെ അവര് പറയുന്നതാണ്. അപ്പോ നമുക്ക് ശ്വാസം മുട്ടുന്നേ. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ മുട്ടുന്നത്? അതാണ് ഞാനും ചോദിക്കുന്നത്.
ഇനി ശ്വാസം മുട്ടിട്ടാണോ മരിക്കുന്നത്? ഇനി ശ്വാസം മുട്ടിട്ടാണോ മരിക്കുന്നത്? അവരുടെ ഇമാജിനേഷൻ ആണ്. ഇമാജിനേഷൻ ആയാലും പോട്ടെ, അത് ഞാൻ വിടുന്നു ഇപ്പോൾ, തൽക്കാലം വിടുന്നു. ഉയരും നീ മൂടിയ നേരം ശ്വാസം മുട്ടുന്നേ അപ്പം പിടയുന്നേ. അപ്പൊ എങ്ങനെയാണ് അവിടെ ശവം കിടന്ന് പെടയൂ. മരിച്ചുപോയിന്ന് പറഞ്ഞില്ലേ ഇപ്പോ? അതിനു അത് മുന്നേ സാരമില്ല. അടുത്തത് പറയും വാക്കും നിൻ കണ്ണിലെ നോക്കും മെല്ലെ കൊല്ലുന്നേ. അതെന്തോ എന്നുവെച്ചാല് ചില സമയത്ത് നമ്മളോട് പറയുന്ന വാക്കുകൾ അത് അടിക്കുന്നതിനെക്കാട്ടിലും ഭയങ്കര അത് നമ്മൾക്ക് നെഞ്ചിൽ കൊള്ളും. നിൻ കണ്ണില് നോക്കും, ഇങ്ങനെ നോക്കുമ്പോഴൊക്കെ കണ്ണിൽ നോക്കുമ്പോ നമ്മളെ കൊല്ലുമ്പോ നമ്മളിപ്പോ ഒരാളെ ചിരിച്ച് നോക്കുമ്പോഴും നമ്മളൊരു സ്ട്രേഞ്ചർ നോക്കി ഇങ്ങനെ കാണിക്കുമ്പോഴും രണ്ട് രീതിയിലാണ് അവരുടെ ഉള്ളില് തോന്നുന്നത്. ക്ഷീണിച്ചേ പകരം ഞാൻ എന്ത് തരാനായി. ക്ഷീണിച്ചു പോയി, മരിച്ചു പോയില്ലേ അപ്പോ? മരിച്ചു. അടുത്ത ലൈൻസ് തുടങ്ങിയതാ. ക്ഷീണിച്ച് പകരം ഞാൻ എന്ത് തരാനായി. അവരെ ദ്രോഹിച്ച് അവര് ക്ഷീണിച്ചു, അതിലും പകരം അവരെന്ത് തരാനാ? അത് കഴിഞ്ഞ് സ്നേഹത്താൽ കൊന്നു തരാനായി ചുണ്ടാകും തോക്കിൽ നിന്നുണ്ട് എതിർക്കാം ആമേൻ. അതെന്താണ് ഈ ചുണ്ടാകും തോക്കിൽ? ചുണ്ടാകും തോക്കിൽ എനിക്ക് തോന്നുന്നു ചുണ്ടീന്ന് വരുന്ന വാക്കുകൾ വാക്കുകൾ ഉണ്ടയായിട്ട് മാറുന്നു. അതാണ് മീൻസ് അത് അതിന് തുല്യമല്ലേ നമ്മള് ചില അങ്ങനെ ചിന്തിക്കാം. ചുണ്ടാകും തോക്കിൽ നിന്ന് ഉണ്ട് എതിർക്കാം ആമേൻ. ആമേൻ മീൻസ് ഉണ്ടയോ? അതാ ഞാൻ പറഞ്ഞു. ഉണ്ട മീൻസ് ആ ഒരു ഉണ്ടായത് വായിൽ നിന്നും നമ്മളുടെ തോക്കിന്ന് വരുന്ന ഉണ്ടയെ പോലെ തന്നെ മുറിവായിട്ടുള്ള വാക്കുകൾ. അപ്പൊ എനിക്ക് സന്തോഷമായി, നന്നായിട്ട് പാടി. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ? ഒരു കൺഫ്യൂഷൻ, എല്ലാം ഓക്കെ അല്ലേ? എല്ലാം ഓക്കെ. ഗുഡ് ഗേൾ. വെരി ഗുഡ്, വെരി ഗുഡ്. ചേച്ചി ഹന, എനിക്ക് സന്തോഷം എന്താന്ന് വെച്ചാൽ ഇപ്പൊ മോളിപ്പോ ഈ ചോദിച്ചതിനൊക്കെ ഉത്തരം പറഞ്ഞതില് മോൾ ആ ലിറിക്സ് വെറുതെ അങ്ങ് പാടിയതല്ലാന്നും, കാരണം നമുക്കൊരു പാട്ട് കിട്ടുമ്പോഴ് അത് എന്ത് തരത്തിലുള്ള പാട്ടാണെന്നും അതിന്റെ അർത്ഥം എന്താണെന്നും അറിയാത്ത വരികൾ എന്താണെന്ന് ലിറിസിസ്റ്റിനോട് ചോദിക്കുക. അങ്ങനെ നമുക്ക് റെക്കോർഡിങ്ങിന് ചെയ്യുന്നതാണ്. അതുപോലെ നമുക്ക് അറിയാത്തത് എന്താണ് ചോദിച്ചു മനസ്സിലാക്കി, അല്ലെങ്കിൽ എന്താണ് ഈ പാട്ട് എന്നുള്ളത് മനസ്സിലാക്കി എന്നുള്ളതിൽ ഒരു വലിയൊരു കൈയടി. പിന്നെ ഹനക്കുട്ടി നല്ല സ്റ്റൈലായിട്ട് വന്ന് നിന്നിട്ടുണ്ട്. ഒരു ഡിഫറെന്റ് ഹനയാണ്, തൊപ്പിയൊക്കെ വെച്ച് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇതിൽ മോള് പാടിയത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. മോളെ പാട്ട് എങ്ങനെയാണോ അത് പഠിച്ചത് അതുപോലെ അങ്ങ് വന്ന് പാടിയിട്ടുണ്ട്. ഒരു ചെറിയൊരു സജഷൻ എന്താന്ന് വെച്ചാൽ, മോളുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, ആ ഒരു ആറ്റിറ്റ്യൂഡ് മോള് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. അത് ഉള്ളിൻ്റെ ഉള്ളിലുണ്ട്. എന്നാലും ഇപ്പം ചില സ്റ്റെപ്സ് ഒക്കെ ചെയ്യുമ്പോഴും ആ ഒരു ചെറിയൊരു ചമ്മലുണ്ട്. ചെയ്യണോ വേണ്ടയോ, ഇവിടെ അത് ശരിയാവോ, എന്തൊക്കെയോ മോൾ ആലോചിക്കുന്നുണ്ട് പാടുന്നതിൻ്റെ ഇടയിൽ. അപ്പോൾ അത് ആ കംപ്ലീറ്റ് സോങ്ങിലേക്കുള്ള ഒരു കോൺഫിഡൻസ് വരുമ്പോഴത്തേക്ക് ഇത് ഓട്ടോമാറ്റിക്കലി വരും, ഈ മൂവ്മെൻറ്റ്സ്. അപ്പം എന്താണത്, ആ പാട്ടിൽ കുറച്ചുകൂടി എനിക്ക് തോന്നുന്നത് മോൾക്ക് കുറച്ചുകൂടി ഒരു പ്രസൻസ് കൊണ്ടുവന്നാൽ അത് കുറേ കൂടിയ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവും. ഇപ്പം നന്നായി പാടി, പക്ഷെ ഈ സ്റ്റേജിൽ നമ്മൾ പാടുമ്പോൾ ചെറിയൊരു ഇമ്പാക്റ്റ് കൊണ്ടുവരുന്നൊരു സംഭവമുണ്ട്. അത് ഭൂലോകം സൃഷ്ടിച്ച ആ വാക്കുകൾ എടുത്തെടുത്ത് പറയുമ്പോൾ അതിനൊരു പ്രത്യേക ഒരു ആക്സെന്റ് ഉണ്ട്. അപ്പം അതും മോളൊന്ന് ഉൾക്കൊള്ളണം ഇനി നെക്സ്റ്റ് ടൈം. ഓക്കെ, ഇപ്പം ഈ ഒരു ഇമ്പ്രൂവ്മെന്റ്, ആകാരമൊക്കെ ഒരുപാട് മാറി, മോള് നല്ലോണം ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ഈ പാട്ടിൽ ഇതിപ്പം ഒരു സിമ്പിൾ സോങ് ആണ് എന്ന് തോന്നുമെങ്കിലും അതിനൊരു ഇമ്പാക്റ്റ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു പവർ കുറച്ചുകൂടെ വരണം. അത് മോള് ഇനി അതങ്ങ് ട്രൈ ചെയ്യാം. ഓക്കെ, അല്ലാതെ ഇത് പാടിയോന്ന് വെച്ചാൽ നന്നായിട്ട് പാടി, ബട്ട് ഒരു എക്സ്ട്രാ എലിമെന്റ്, ഒരു ഫീൽ, അതിൻ്റെ ഒരു സ്റ്റൈൽ, അതിൻ്റെ ആക്സെന്റ് നമ്മുടെ ബോഡി ലാംഗ്വേജിൽ വരുന്ന പോലെ തന്നെ അത് ആ പാട്ടിലും കൂടി ഒന്ന് കുറച്ചുകൂടെ ഒന്ന് റിഫ്ലക്റ്റ് ആവാം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. മഞ്ജരി ചേച്ചി ഒന്ന് പാടിത്തരും. മഞ്ജരി ചേച്ചി ഇതോ ഇനിയിപ്പോഴോ? യെസ്. ഭൂലോകം സൃഷ്ടിച്ച കർത്താവിന് സ്തുതി,
പ്രേമത്തെ സൃഷ്ടിച്ച കർത്താവിന് സ്തുതി. പൂങ്കാടും പൂന്തന്നലും പുൽമേടും വാനവും നിന്നെയും സൃഷ്ടിച്ച കർത്താവിന് സ്തുതി. One, two. രക്തം മുഴുവൻ നീയേ, മൊത്തം ഉലകും നീയേ, കാറ്റും തണലും നീയേ, അടിപൊളി. ആഹാ. കത്തും മുറിവും നീയേ, എൻ തെറ്റും ശരിയും നീയേ, എൻ കനവും കരയും നീയേ, നീയേ 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 നീയേ. ഉടലും ഉയരും നീ മൂടിയ നേരം ശ്വാസം മുട്ടുന്നേ, പിടയുന്നേ. പറയും വാക്കും പറയും വാക്കും പറയും കാക്കും. വെരി നൈസ്. നാല് വരി അത്ര ഇതിങ്ങനെ നിൽക്കുന്നില്ല, അതങ്ങോട്ട് പോവാണ്. നൈസ് മോൾ. എന്തായാലും കുറച്ചുകൂടെ അത്ര പറഞ്ഞിട്ടുള്ളൂ കേട്ടോ, ആ ഒരു കോൺഫിഡൻസ്. ഓക്കെ, മാർക്സ് ചോദിക്കാം. ചോദിക്കാം ചേച്ചി. ശരത് സർ. ചക്കരെ സർ 9.4 മാർക്സ്. താങ്ക് യു സർ. സൂപ്പർ. Good, good, good. എം ജി സർ. ഹന, സർ മോളെ ഈ പാട്ട് നല്ല പാട്ടാണ്. മോടെ കൺസെപ്റ്റില് പാടി. സോ ഐ എം ഗിവിംഗ് യു 9.2. താങ്ക് യു സർ. താങ്ക് യു സർ. ചേച്ചി. ഹനയുടെ മാർക്സ്. താങ്ക് യു മാം. ഓക്കെ, സോ ടോട്ടൽ 18.6. താങ്ക് യു ചേച്ചി. ബൈ ബൈ. ഓക്കെ ജഡ്ജസ്, നമുക്ക് ലേറ്റസ്റ്റ് ഹിറ്റ്സ് റൗണ്ട് വീണ്ടും തുടരാം. അവസാനിച്ചു. Okay? Again? അവസാനിച്ചിട്ടില്ല. ഇപ്പൊ നമ്മൾ മാജിക് ബീച്ചിന്റെ പെർഫോമൻസ് ആണ് കണ്ടത്. ഇനി Mystic ടീമില്ലേ? മിസ്റ്റേക്ക് രാഗാസ് റെഡി ആയിട്ടിരിക്കുകയാണ്. ആഹാ. ഓക്കെ, സോ ലെറ്റ്സ് വെൽക്കം തേജസ്. Wow, wow, wow. ചെമ്പടുക്ക തൊണ്ടെടുത്ത് അമ്പലം പൂട്ടുന്നതാര്, ചെമ്പരത്തി കമ്പു കൊണ്ട് അമ്പ് കുലക്കണതാര്, അങ്ങു തൊട്ടേ ഇങ്ങു തൊട്ടേ അക്കുത്തിക്കത്തോടുവാന തൂവെളിച്ചം ചാരി വീണ് മാമല ഞാനൊന്നു കണ്ടേ, ചെന്തമിഴിൻ തേൻ കുടഞ്ഞേ പൂങ്കുയിൽ പാടുന്നു കേട്ടേ, പൂങ്കുയിൽ പാടുന്നു കേട്ടേ. എന്തൊരു ചേലാണ് നെഞ്ചിലെ നേരാണ്, എന്റെ കിനാവാണ് എന്തിനും നീയാണ്. കൺമണി പൂവേ കണ്ണാടി പൂവേ കണിപ്പൂവേ, മുറ്റമിതാകെ പൂത്തു നിന്നാട്ടേ, പുഞ്ചിരിക്കാറ്റേ പാറും പൂമ്പാറ്റേ കുരുന്നാറ്റേ, ചക്കരമാവിൽ ചാഞ്ഞിരുന്നാട്ടേ, കിളിപ്പൂമകളെ നീയലിയും പൂന്തണലാണ്, ഇലക്കുമ്പിളിലായി പെയ്തു തരും തേൻ കുടമാണ്, അലിവോടെ തൊടും സാന്ത്വനമാണ്. ഇതിലെ വാ ഇതിലെ വാ കനവിലെ ചിറകുമായി, പകലിലെ വഴികളിൽ വെയിലു പോലലയുവാൻ. കൺമണി പൂവേ കണ്ണാടി പൂവേ കണിപ്പൂവേ, മുറ്റമിതാകെ പൂത്തു നിന്നാട്ടേ. മുറ്റത്തൊരു കോണിൽ പച്ചപ്പനമ്പായിൽ ഇഷ്ടക്കുറുമ്പോടെ ചേർന്നിരിക്കാൻ, മുത്തുക്കലമാനെ തെറ്റിപ്പിണങ്ങാതെ മുത്തുമിഴിയോടെ ഞാനിരിക്കാം. ഒരു തലം പോലെ ഇരുമനം ചേരും മണിക്കുഞ്ഞോളങ്ങൾ
നീലാവാനം ഇതു കണ്ടേ നിൽക്കും. മണിക്കുടിലിൻ ചുമരുകളിൽ നിറം കുടഞ്ഞൊന്നു ചിരിക്കും. എന്തൊരു ചേലാണ് നെഞ്ചിലെ നേരാണ്. കൺമണിപ്പൂവേ കണ്ണാടിപ്പൂവേ കണിപ്പൂവേ മുറ്റമിതാകെ പൂത്തു നിന്നാട്ടേ. ഗമപപ്പദപ്പ ഗമപപ്പദപ്പ ഗമപപ്പ മപദത്ത സ നിസനിദപ്പ ഗമപപ്പദപ്പ ഗമപപ്പ സപ്പ ഗമപപ്പ മപദത്ത പദപ മഗരി മഗരി സനിരി സ. കന്നിപ്പകലോനോ മിന്നിപ്പറന്നീടാം. വെള്ളിച്ചെറുമേഘം തേരൊരുക്കി പമ്മിച്ചിണുങ്ങിടും ചെല്ലച്ചെറുകൂട്ടം. ഒന്നിച്ചതിൽ നാട്ടുപാതയേറി പുതുമലർക്കാലം വിരൽ തൊടും നേരം. ഇടനെഞ്ചോരം കൂടും അതിരില്ലാതൻപിൻ മഴമല്ലേ ചാറും. ഇളം വെയിലോ വഴിയരികിൽ മിഴിയിറുക്കി ചെന്നൊളിക്കും. എന്റെ കിനാവാണ് എന്തിനും നീയാണ്. കൺമണിപ്പൂവേ കണ്ണാടിപ്പൂവേ കണിപ്പൂവേ മുറ്റമിതാകെ പൂത്തു നിന്നാട്ടേ. പുഞ്ചിരിക്കാറ്റേ പാറും പൂമ്പാറ്റേ കുരുന്നാറ്റേ ചക്കരമാവിൽ ചാഞ്ഞിരുന്നാട്ടേ. കിളിപ്പൂമകളെ നീയലിയും പൂന്തണലാണ്. ഇലക്കുമ്പിളിലായി പെയ്തു തരും തേൻകുടമാണ്. അലിവോടെ തൊടും സാന്ത്വനമാണ്. ഇതിലെ വാ ഇതിലെ വാ കനവിലെ ചിറകുമായി പകലിലെ വഴികളിൽ വെയിലു പോലലയുവാ. തേജസ്, എന്തോ ബ്യൂട്ടിഫുൾ സോങ് സെലക്ഷൻ. താങ്ക് യു. ലേറ്റസ്റ്റ് ഹിറ്റിൽ സെലക്ട് ചെയ്യാൻ പറ്റിയ പാട്ട്, അത് നമ്മുടെ MG സാർ പാടിയ പാട്ട്. സാറിന്റെ മുമ്പിൽ തന്നെ നിനക്ക് പാടാനും പറ്റി അല്ലേ? സാറിനോട് തന്നെ ചോദിക്കാം നമുക്ക്. ചോദിക്കാം. ഓക്കെ, MG സാർ. തേക്കുട്ടാ, യെസ് സാർ. നന്നായിട്ട് പാടി. ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. 2-3 കാര്യങ്ങള്. ഒന്ന്, ഒരു പോർഷൻ ആദ്യത്തെ എങ്ങനെ പാടി തുടക്കം? എന്തൊരു ചേലാണ് അല്ല, എന്തൊരു ചേലാണ്, എന്തൊരു ചേലാണ്, എന്തിനും നീയാണ്, എന്തൊരു ചേലാണ്, നെഞ്ചിലെ നേരാണ്. എന്റെ അതില്ല, അങ്ങനെ ഞാൻ പാടിയിട്ടില്ല. എന്റെ കിനാവ് അത്രേ ഉള്ളൂ. എന്റെ എന്ന് ഞാൻ പാടിയിട്ടില്ല. വെറുതെ പാടിയാൽ മതി. എന്റെ കിനാവാണ്, എന്റെ കിനാവാണ്, എന്തിനും നീയാണ്. അതുമില്ല, അത് അത്ര ഇല്ല. അത്രേ ഉള്ളൂ, സിമ്പിൾ. പിന്നെ ബാക്കിയെല്ലാം നന്നായിട്ട് പാടി. പിന്നെ താളം കുറച്ച് ഒന്ന് വലിച്ച പോലെ തോന്നി ചില സ്ഥലങ്ങളിൽ. തുടക്കത്തിലൊക്കെ കൺമണിപ്പൂവ് ഓൺ ദ ബീറ്റ് എടുത്താണ്. കൺമണിപ്പൂവേ കണ്ണാടിപ്പൂവേ കണിപ്പൂവേ മുറ്റമിതാകെ അന്നങ്ങനെ പാടിക്കുന്നു. കൺമണിപ്പൂവേ കണ്ണാടിപ്പൂവേ, കൺമണിപ്പൂവേ കണ്ണാടിപ്പൂവേ കണിപ്പൂവേ മുറ്റമിതാകെ പൂത്തു നിന്നാട്ടേ. അത് വരുമ്പോഴേ എന്ത് പറ്റും തന്നെ വളരെ സ്ട്രിക്റ്റ് ആവും. അത്രയും ഞാൻ സ്ട്രിക്റ്റ് ആയിട്ടില്ല. ഞാൻ പാടിയതിനകത്ത് കുറച്ച് മെലഡി കേട്ടേണ്ടതുണ്ട്, കുറച്ച് എന്ന് വെച്ചാൽ ഒരുപാടല്ല, കുറച്ച് ആ ഫീലും കൂടെ ചേർത്തിട്ട് പാടി. നേരത്തെ പാടിയ പോലെ തന്നെ, ബട്ട് ഇറ്റ് ഷുഡ് ബി ഓൺ ദ ബീറ്റ്. അത്രയും. കൺമണിപ്പൂവേ കണ്ണാടിപ്പൂവേ കണിപ്പൂവേ
മുറ്റമിതാകെ പൂത്തു നിന്നാട്ടേ പുഞ്ചിരിക്കാറ്റേ പാറും പൂമ്പാറ്റേ കുരുന്നാറ്റേ സബാഷ്. ചക്കരമാവിൽ ചാഞ്ഞിരുന്നാട്ടേ. ഇത് കറക്റ്റ്. മോൻ കുറച്ചുകൂടെ ഫീല് കൊടുത്തപ്പോഴത്തേക്ക് താളത്തിൽ നിന്ന് തെന്നിയെങ്കിലും അതിനകത്ത് തന്നെ നിന്ന് കളിച്ചോണ്ടിരുന്നു. അതാണ് അതിനകത്ത് വന്നൊരു കാര്യം. പിന്നെ 2 സ്ഥലങ്ങൾ അനുപല്ലയുടെയും ചരണത്തിൻ്റെ ഏറ്റവും ടോപ്പ് പോർഷൻ മനസ്സിലായോ ഇവിടെ നിന്ന്? ആ അതൊന്ന് പാടാൻ പറ്റുമോ? അത് ഓടെ ഞാനിരിക്കാം ഒരു തലം പോലെ മനം ചേരും മണിനെഞ്ചോ കുഞ്ഞോളങ്ങൾ ഇടനെഞ്ചോരം മിടിപ്പെന്തേ കൂടും. കുഴപ്പമില്ല. ആ ഒരു പോർഷനിൽ കുറച്ചുണ്ടായിരുന്നു. അതുപോലെ തന്നെ സെക്കൻഡ് പോർഷൻ അത് നല്ല ഹൈ ആണ്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റിൽ ചിറകുമായി അവിടെ ഒരു ചെറിയൊരു സ്ക്രാച്ച് പോലെ വന്നു അല്ലേ? ഇത്രയാണ് എനിക്ക് തോന്നിയത്. പക്ഷേ നീ നന്നായിട്ട് പാടിയിട്ടു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം ഞാനിപ്പം ആദ്യമായിട്ടാണ് ഈ ഫുൾ സോങ് കേൾക്കുന്നത്. കാരണം ഈ ഫിലിമിലുള്ള പോർഷൻസാണ് ഞാനൊക്കെ ഈ പ്രോഗ്രാമിനൊക്കെ പാടുന്നത്. അതായത് ഒരു പല്ലവിയും അനുപല്ലവിയും മാത്രം. ഇതിപ്പോൾ ഫുൾ സോങ് പാടി. അപ്പോഴാണ് വരികളൊക്കെ വീണ്ടും ഓർമ്മ വന്നത്. നന്നായിരുന്നു. ഈ എക്സെപ്റ്റ് ഇതുപോലത്തെ ഈ താളത്തിൽ നിന്ന് കുറച്ചങ്ങോട്ടും ഇങ്ങോട്ടും ഈ അത് ഫീൽ കൊടുക്കാൻ വേണ്ടിയാണ്. പക്ഷെ അത് ദാറ്റ് കറക്റ്റായിട്ട് വന്ന ഒന്നുകൂടെ നന്നായിരുന്നു. അതർവൈസ് ഐ ലവ് ഇറ്റ്. ഗുഡ്. താങ്ക് യു സർ. ശരത് സർ. തേജസേ. യെസ് സാർ. ചക്കര നല്ല പാട്ട്. ഇതിന്റെ ഇതൊക്കെ പറഞ്ഞായിരുന്നോ? ഇല്ല. പറഞ്ഞോ കുഞ്ഞെ. ഇത് മൂവി തുടരും എന്ന മൂവിയാണ്. മ്യൂസിക് കമ്പോസ് ചെയ്തത് ജെയ്ക്സ് ബിജു സാറാണ്. ലിറിക്സ് എഴുതിയത് BK ഹരിനാരായൺ സാറാണ്. പാടിയത് MG സാറാണ്. നല്ല മനോഹരമായിട്ടുള്ള ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു രസമുള്ള പാട്ട്, ഒരു പോസിറ്റീവ് പാട്ട്. നന്നായിട്ട് തന്നെ പാടിയടാ. എനിക്ക് ആകെ തോന്നി നീ താളത്തിൽ ഇങ്ങനെ വലിച്ച് ആദ്യം തൊട്ടേ അങ്ങ് തുടങ്ങിയത് എന്തൊരു ജയലാണ് തൊട്ട്. അതെന്താണ് അങ്ങനെ? ഒരു ചില ഏരിയയൊക്കെ കുറച്ച് വലിഞ്ഞാലൊക്കെ അത് നല്ല സുഖമാണ്. മൊത്തം അങ്ങോട്ട് വലിഞ്ഞ് ഈ എന്തോ ഒരു ജയിലാണെന്ന് പറഞ്ഞു അതങ്ങ് വലിഞ്ഞ് കുഴഞ്ഞ് മറിഞ്ഞു പോകും. അത് രീതി ഇപ്പോഴും നീ ഈ കൺമണി പൂവ പാടുമ്പോൾ അത് കൺമണി പൂവേ എന്ന് പറയും. കൺമണി പൂ എന്നായി പോകുന്നത് എന്താണെന്ന് എൻ്റെ ഒരു സംശയം എൻ്റെ മനസ്സിലുള്ളത്. തക്കിട്ട കൺമണി പൂവേ തക്കിട്ട കൺമണി പൂവേ അതിനകത്ത് നിൽക്കണ്ടേ? അപ്പം അണ്ണൻ പാടിയേക്കുന്നത് മനോഹരമായിട്ടാണ് പാടിയേക്കുന്നത്. ഞാൻ കമ്പയർ ചെയ്യല്ല. അപ്പം നമുക്കുള്ളത് റെഫറൻസ് എന്ന് പറഞ്ഞാൽ അണ്ണാച്ചി പാടിയതല്ലേ. അപ്പം അത് നോക്കണ്ടേ? അവിടെ ഒന്ന് ഡ്രാഗ് ആകുമ്പോൾ, പ്രത്യേകിച്ച് തുടക്കമാകുമ്പോൾ നീ ഡ്രാഗ് ചെയ്യുമ്പോൾ നമുക്ക് അയ്യോ എന്ന് തോന്നും. പിന്നെ എവിടെങ്കിലുമൊക്കെ ആയിപ്പോയാലും കുഴപ്പമില്ല. നമുക്ക് കൃത്യമായിട്ടൊന്ന് പാടിയാലോ? കൺമണി പൂ അത് ടിക്കട്ടോ എന്ന് വേണം അവിടെ. കൺമണി പൂവേ കണ്ണാടി പൂവേ കണിപ്പൂവേ. ഇപ്പൊ പാടിയത് മാത്രം നൈസ് ചക്കരെ. ഇതിപ്പം നല്ല രസമാണ് കേൾക്കാൻ. പാടിയത് ഇച്ചിരി കുളമായിപ്പോയി, അത് കുഴപ്പമില്ല. താളം പറ്റും ചക്കര. അതുപോലെ നല്ല എനിക്ക് ആ മുകളിലെ പോർഷനൊക്കെ ഇഷ്ടമായി നീ പാടിയത്. പിന്നെ എനിക്ക് ആ ഒന്ന് പക്കായിടാതെ എനിക്ക് സ്ട്രെയിനാണെങ്കിൽ വേണ്ടാടാ. ഞാനിരിക്കാം അതൊന്ന് വൃത്തിയായിട്ടൊന്ന് ചേർന്നാൽ. മുത്തുമിഴിയോടെ ഞാനിരിക്കാം. കുറച്ചും കൂടെ ആവാം കേട്ടോ. അത് ഓക്കേടാ അത് മതി. ഇടനെഞ്ചോരം ഓക്കെ. അത് സ്ട്രെയിൻ ഇല്ലാണ്ട് ആക്കിക്കോളൂ കേട്ടോ. എന്തെങ്കിലും തൊണ്ട എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല. അടപ്പം എന്തെങ്കിലും ചെറിയൊരു സ്ക്രാച്ച്. അത് കുഴപ്പമില്ല. നീ ശരിയായിക്കൊണ്ടാൽ മതി കേട്ടോ. അത് റെസ്റ്റ് എടുക്കുക, ചൂടുവെള്ളമൊക്കെ കുടിക്കുക, അപ്പോൾ ശരിയാവും. ഈ സമയത്തൊക്കെ കത്തി ജ്വലിക്കണ്ടേടാ. അത് റേഞ്ചൊക്കെ വെച്ച് കയറണ്ടേ. അത് ശരിയായിക്കൊണ്ടാൽ മതി ചക്കരെ. ബാക്കി അല്ലാതെ പാട്ട് നല്ല രസമായിട്ട് തന്നെ ഉണ്ട്. ശ്രദ്ധിക്കേണ്ട എന്താണ് ഇപ്പോൾ പറഞ്ഞതിൽ? താളം. പിന്നെ ശ്രുതി. ഒന്ന് വൃത്തിയായിട്ട് ഹിറ്റ് ചെയ്യുക. ശബ്ദം നന്നാക്കി വെച്ചാൽ മതി. നമുക്ക് എന്തെങ്കിലും വിധത്തിൽ ഒരു മണമണ ഉണ്ടെങ്കിൽ അത് നമ്മൾ വിചാരിച്ചാണ് പാടാൻ പറ്റത്തില്ലടാ. അതുകൊണ്ടല്ലേ അതെപ്പോഴും നല്ല ഹെൽത്തി ആയിട്ട് വെച്ചേക്കുക. നമ്മുടെ വോക്കൽ കോഡ് നല്ല ഹെൽത്തി ആയിട്ട് വെച്ചേക്കുക. അതാ വേണ്ടത്. വന്ന് കീറുക. അല്ല ഉഗ്രം പാട്ടുകാരനാണ് നീ. എനിക്ക് കുറേ ഇഷ്ടമാണ് ഈ പാടുന്ന പാട്ടുകാരിൽ കുറേ ഇഷ്ടമാണ് എനിക്ക് നിന്നെ. അത് പ്രത്യേകിച്ച് ഞാൻ പറയുന്നുണ്ടെങ്കിൽ എനിക്കത് എൻ്റെ നെഞ്ചിൽ കൊണ്ടതുകൊണ്ടാണ്. അപ്പോൾ അത് ഉഴപ്പിക്കുക, നശിപ്പിക്കരുത്. ഇല്ല, മനസ്സിലായല്ലോ. താങ്ക് യു സർ. തേജസ് നന്നായിട്ട് പാടിയടാ. താങ്ക് യു സർ.
ഓക്കെ, ഇപ്പം താളത്തിൻ്റെ കാര്യം ഇവർ പറഞ്ഞു. പിന്നെ ആ ഹൈസിൽ പോകുമ്പോഴുള്ള ആ ഒരു സ്ട്രെയിൻ, കാരണം അതിങ്ങനെ ഭയങ്കരമായിട്ട് വലിച്ച് കൊണ്ടുപോകുന്ന ഒരു ഫീൽ വരുന്നുണ്ട്. ദാറ്റ്സ് ഓക്കെ, അതൊരു ഫിസിക്കൽ തിങ്. എനിക്ക് മെയിനായിട്ട് തുടങ്ങിയത് ഈ സോങ് ഒരു ഇപ്പം ഈവൻ പല്ലവി തന്നെ ഒരു പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു പല്ലവിയാണ്. ഇപ്പം എന്തൊരു ചേലാണെന്ന് ഒരു എന്താ പറയുക, ഒരാളുടെ ചെവിയിൽ വിസ്പർ ചെയ്യുന്ന പോലെയാണ് തുടങ്ങുന്നത്, എന്തൊരു ചേലാണെന്ന്. എന്നിട്ട് അതിങ്ങനെ പ്രോഗ്രസ് ചെയ്ത് വന്നിട്ട് ഇതിലെ വാന്ന് പറയുമ്പം ഒരു വൈഡ് സ്പെക്ട്രം അങ്ങനെ ഓപ്പൺ ആവുകയാണ്. അതങ്ങനെയാണ് ചേട്ടൻ പാടിയിരിക്കുന്നത്. ഇപ്പം എന്തൊരു ചേലാണെന്ന് പതുങ്ങി വളരെ സോഫ്റ്റും ഇതായിട്ട്, പിന്നെ ഇതിലെ വാ വരുമ്പോൾ അങ്ങ് നമുക്ക് ആകാശം കാണാം ഇതിലെ വാന്ന് പാടുമ്പോൾ. തേജസിൻ്റെ കാര്യത്തിൽ അത് അത്ര വന്നിട്ടില്ല, അത് മോറോലെസ് സെയിം ഡൈനാമിക്സിൽ തന്നെയാണ് പോയത്. അപ്പോൾ അതും കൂടെ നമ്മളൊന്ന് പഠിക്കണം. ഒരു പാട്ടിൽ തന്നെ പല സ്ഥലങ്ങളെത്തുമ്പോൾ ചിലപ്പോൾ ഇതുപോലെ വേരിയേഷൻസ് വരാം. ഇപ്പം ഈ പറഞ്ഞ പോലെ എന്തൊരു ചേലാണ് ഒരു സർട്ടൻ സ്റ്റൈല്, അവിടുന്ന് ഇതിലെ വാ വരുമ്പോൾ ഓപ്പൺനെസ്, അതിലേക്കൊക്കെ നമ്മൾ വിഷ്വലി ഈ സൗണ്ട് വോയിസ് എത്തിക്കണം. അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓർക്കസ്ട്ര മാത്രം വൈഡായിട്ട് കാര്യമില്ല, വോയിസും ഇങ്ങനെ അങ്ങ് വരണം. അതിന് വേണ്ടിയിട്ട് ശ്രമിക്കാം കേട്ടോ. ബ്യൂട്ടിഫുൾ സിംഗിങ്. ചേച്ചി തേജസേ, എന്ത് ബ്യൂട്ടിഫുൾ സോങ്ങാ സെലക്ട് ചെയ്ത്. ഉഗ്രം പാട്ട് സെലക്ഷൻ. താങ്ക് യു മാം. അതുപോലെ നന്നായിട്ട് പാടുകയും ചെയ്തു. എനിക്ക് ഈ അഭിപ്രായം ഉണ്ട്, അതായത് മോന ഒരു ഇടയിലൊന്നിങ്ങനെ ഒരു ലാഗ് വരുന്നുണ്ട് പാടുമ്പോൾ. തുടങ്ങിയപ്പോഴതുണ്ടായിരുന്നു. അതാ ഇതിന് മുന്നേയും പറഞ്ഞിട്ടുണ്ട്, ഈ ക്ലിക്ക് എന്ന് പറയുന്ന സാധനം, അത് ക്ലിക്കിൻ്റെ ബേസിസിൽ ക്ലിക്ക് എന്തായാലും ഉണ്ടാവും. പക്ഷെ നമുക്കും നമ്മുടെ ഉള്ളിൽ ആ ഒരു സ്റ്റാർട്ടിങ് ആ ടെമ്പോ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അത് കണ്ടിന്യൂ ചെയ്യണം. ഇടയിൽ ഇങ്ങനെ വലിക്കരുത് പാട്ട്. അപ്പം അതെനിക്കും തോന്നിയിരുന്നു ഇടയിലുണ്ടെന്നുള്ളത്. പിന്നെ ഈ ചെറിയ ഒരു സ്ക്രാച്ച് വന്നിരുന്നു ഹൈ എത്തുന്നൊരു സ്ഥലത്ത്. അത് ഇപ്പോൾ പെട്ടെന്ന് ഇത് മാറ്റിയതാണല്ലോ, സ്കെയിൽ കുറച്ച് കൂട്ടിയതാണല്ലോ. പക്ഷെ എന്നാലും അവൻ്റെ വോയിസിനൊരു ഓപ്പൺനെസ് വന്നിട്ടുണ്ട്. അതൊരു നല്ലൊരു കാര്യമാണ്. നല്ല ഒരു ത്രോ വരുന്നുണ്ട്, ഒരു ഓപ്പൺനെസ് വരുന്നുണ്ട്. അപ്പോൾ അത് ശരിക്കും ആദ്യം വന്ന തേജസ്സിൽ നിന്നും ഒരുപാട് മാറ്റങ്ങൾ മോൻ്റെ ശബ്ദത്തിലും മോൻ്റെ പാട്ടിലും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഒരു നല്ല മാറ്റം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഐ എം ഹാപ്പി. എന്തായാലും തേജസ്സിന് ഉണ്ടാവുന്നത് ഒരു നല്ല മാറ്റമാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു മോ പാടിയത്. എനിവേ, ഗോഡ് ബ്ലെസ് യു ഡാ. താങ്ക് യു ചേച്ചി. ഓക്കെ, മാർക്സ് വെക്കാം. എം ജി സർ. തേക്കുട്ടാ. യെസ് സർ. 9.4. താങ്ക് യു സർ. താങ്ക് യു സർ. ശരത് സർ. 9.2 മാർക്സ്. താങ്ക് യു സർ. താങ്ക് യു സർ. ഷാനിക. താങ്ക് യു. ഓക്കെ, സോ ടോട്ടൽ 18.6. ഓക്കെ, അപ്പോൾ ആശാ ഭോസ്ലെ മാമിന് ട്രിബ്യൂട്ട് ആയിട്ട് മാജിക് ബീച്ചിൽ നിന്ന് വരുന്നു ശ്രേയ. मची है ओ सजना, देखो सीने में कैसे हलचल मची है ओ सजना. चरा 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 आना, गले लगा लाना, गले बुझा दाना, हो जाने जा. छुके देखो ना कहाँ कहाँ, देखो सीने में कैसे हलचल मची है ओ सजना. देखो सीने में कैसे हलचल मची है ओ सजना.
शर्मीले हो जानी आजा 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 ना लहरा के दुनिया से डरते हो तुम्हें सारे दीपक आई हो बुझा के अब तो नहीं कोई एक तुम हो एक हम टरटा टरटट पाप 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 गले लगा लो ना लगी बुझा दो ना हो जाने जा तुमने जो अगन लगाई है तो छुके देखो ना कहाँ कहाँ देखो सीने में कैसे हलचल मची है ओ सजना पप 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 देखो सीने में कैसे हलचल मची है ओ सजना बहके में बहके साजन कस लो इन बाहों का घेरा मन ही न तरसे मिलन के दिल बा प्यासा प्यासा तन भी मेरा मुझको इन बाहों में ले लो न सनम टरटा टरटट पाप 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 Tara, 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 आना गले लगा लो ना लगी बुझा दो ना हो जाने जा तुमने जो अगन लगाई है तो छुके देखो ना कहाँ कहाँ देखो सीने में कैसे हलचल मची है ओ सजना पप 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 देखो सीने में कैसे हलचल मची है ओ सजना टुर 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 ला 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 നൈസ് മോളെ. താങ്ക് യു ശ്രേയ ആ ചേച്ചി സൂപ്പർ. താങ്ക് യു ചേച്ചി കോസ്റ്റ്യൂമും സൂപ്പർ. അമ്മയായിരിക്കും ചെയ്തത്. പറക്കാൻ പോവാണോ? നീ എന്തെടി വവ്വാൽ പബ്ബല ഒന്നുകൂടെ പറഞ്ഞേ കാണട്ടെ. നന്നായിട്ട് Wow. മതി മതി ഇനി പറക്കണ്ട. ഓക്കെ ചോദിക്കാം ചോദിക്കാം ചേച്ചി. വാട്ട് എ ഫാന്റാസ്റ്റിക് സോങ് സെലക്ഷൻ. നമ്മുടെ ആശാത്തായിയുടെ ഓ മൈ ഗോഡ് എത്തി എക്സ്പ്രഷൻസ് ഒക്കെ അതിനിടയിൽ അതിലൊക്കെ ഭയങ്കരമായ ഇമോഷൻസ് ആണ്, ആ എക്സ്പ്രഷൻസ് ആണ് അവരുടെ. കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അവരാണ് അഭിനയിക്കുന്നത് അത്തരത്തിൽ. ശരിക്കും ഞാനൊക്കെ അത്ഭുതത്തോടെ ആലോചിച്ചിട്ടുള്ളതാണ്. ഈ ഷൂട്ടിംഗ് പോലും തുടങ്ങാതെ ഈ ഷൂട്ടിങ്ങിന് അവർ എന്താണ് ഷൂട്ട് ചെയ്യാൻ പോകുന്നത് പോലും ഇവർക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഈ ബർമൻ ദാ ആയാലും ആശാജിയുടെ ആയാലും ഏത് മദൻ മോഹൻജി എല്ലാ ഡയറക്ടേഴ്സും ഇപ്പോൾ സിംഗേഴ്സ് തന്നെ അവർ കൊടുക്കുന്ന ഒരു എക്സ്പ്രഷൻ ശരിക്കും അവരാണ് അഭിനയിക്കുന്നത് എന്നുള്ള രീതിയിലാണ് ആ എക്സ്പ്രഷൻസ് പോകുന്നത്. അപ്പോൾ ശരിക്കും അത്തരത്തിലുള്ള പാട്ടുകളും അവർക്ക് കിട്ടി. ഒരുപാട് ഈ ആക്ടേഴ്സും അഭിനയിക്കുന്നവരൊക്കെ ലിപ്പ് ചെയ്യുന്ന പോലത്തെ പാട്ടുകൾ കിട്ടുന്നത് വലിയ ഭാഗ്യമാണ്. കാരണം അങ്ങനത്തെ പാട്ടുകൾ വരുമ്പോഴാണ് കുറേ കൂടുതൽ ഒരു ശ്രദ്ധ കിട്ടുന്നത്. അതുപോലത്തെ ഒരു എക്സ്പ്രസീവ് ആയിട്ടുള്ളൊരു പാട്ടാണ് മോള് സെലക്ട് ചെയ്തത്. നല്ല ഭംഗിയായിട്ട് പാടി മോള്. താങ്ക് യു ചേച്ചി. എനിക്ക് സത്യം പറഞ്ഞാൽ ആശാജി പാടിയ പാട്ടുകൾ വളരെ ഇഷ്ടമുള്ള ഒരു വൺ ഓഫ് മൈ ഫേവറേറ്റ്സ്. അല്ല ആ ഒരു സ്വിങ് ഉണ്ട് ആ ഫുൾ പാട്ടിനകത്ത്. ഒരു എന്താ പറയുക, നമ്മുടെ ഓർക്കസ്ട്ര കളർഫുൾ ആക്കി പാട്ട് പൊളിച്ചു. സൂപ്പർ. പിന്നെ മോള് നന്നായിട്ട് പാടി. എനിക്ക് ചില വാക്കുകളും അക്ഷരങ്ങളും
നീറ്റായിരുന്നു. ചില സ്ഥലത്ത് മാത്രം ഈ ദേഖോ എന്നുള്ളത് നമ്മുടെ ആ ഒരു എക്സൈറ്റ്മെന്റിലേക്ക് ദേഖോ ഒന്നായി പോകുന്നുണ്ട്. ചില സ്ഥലത്ത് മാത്രം, നോട്ട് കംപ്ലീറ്റ്ലി, ചില സ്ഥലത്ത്. അല്ലാതെ പിന്നെ എനിക്ക് തോന്നുന്നു ആദ്യത്തെ പല്ലവിയിലാണ് ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ, ആ സജ്നയുടെ ആ ഒരു സസ്റ്റെയിനിലൊക്കെ കുറച്ചൊന്ന് ഫ്ലാറ്റായി പോയത്. അല്ലാതെ വലിയ കുഴപ്പമില്ലാണ്ട് തന്നെ പാടി. എനിക്ക് ബേസിക്കലി ഈ പാട്ടിനകത്തുള്ള എക്സ്പ്രഷനാണ് എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ആശാജിയുടെ ആ എക്സ്പ്രഷൻസ്, മൈ ഗോഡ്, പറയാതിരിക്കാൻ വയ്യ. സ്റ്റേജിൽ ഞാനിത് അവർ പാടുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് കൊടുക്കുന്ന എക്സ്പ്രഷൻ, നമ്മളെ ലൈവ് അവരെങ്ങനെയാണോ റെക്കോർഡിങ്ങിൽ പാടുന്നത് ആ ഒരു എക്സ്പ്രഷൻ അവർ കൊണ്ടുവരും സ്റ്റേജിൽ. ആശാത്തായി പ്രണാമം, മറ്റൊന്നും പറയാനില്ല മോളെ. ഗുഡ് ജോബ്. താങ്ക് യു ചേച്ചി. താങ്ക് യു ചേച്ചി. MG സർ. ശ്രേയ, സർ. ബ്യൂട്ടിഫുൾ സെലക്ഷൻ, താങ്ക് യു സർ. ബ്യൂട്ടിഫുൾ സോങ്. ഇപ്പൊ പറഞ്ഞ പോലെ ഞാൻ ഇത് പറഞ്ഞപ്പോൾ ഒന്ന് റിക്കളക്ട് ചെയ്യായിരുന്നു. കാരണം എക്സ്പ്രഷൻസ് അത് എനിക്ക് തോന്നുന്നു മോള് മാക്സിമം കൊടുത്തിട്ടുണ്ട്. എങ്കിലും ആ ഒരു എന്താ പറയുന്നത്, എങ്ങനെ പറഞ്ഞ് ഫലിപ്പിക്കണം എന്ന് അറിഞ്ഞൂടാ. ആ ചില ആവോന എന്ന് പറയുമ്പോൾ അത് ഒന്ന് പാടിക്കുക ഫസ്റ്റ് ലൈൻ. അത് ആശാജിയുടെ ഒരു പ്രത്യേക ഇതാണ്. അത് കുറച്ചുകൂടെ ആയിക്കഴിഞ്ഞാൽ ഈ പാട്ടിൻ്റെ ഒരു എന്താണ് പറയുന്നത്, ഈ പാട്ടിന് കൊടുക്കേണ്ട ഒരു സംഭവം കിട്ടും. പിന്നെ ദേഖോന മെയിൻ, അവിടെ കുറച്ച് ശ്രുതിയുടെ പ്രോബ്ലം. പിന്നെ ഹായ് സജിന ഇപ്പം പറഞ്ഞല്ലോ, അങ്ങനെയുള്ള കുറച്ച് കട്ട് പീസസ് ആയിട്ട് വരുന്നില്ല, അങ്ങനെ കട്ടായിട്ട് വരുന്നില്ലേ താഴെ മുകളിലൊക്കെ. ആ പോർഷൻസ് ഒക്കെ വരുമ്പോഴേ ഇപ്പൊ ഇതൊന്ന് പാടാവോ, ഈ ദുനിയാസെ ആ പോർഷൻ. അവിടെ കുറച്ച് ഫീലൊക്കെ കൊടുക്കണേ. അടുത്ത് അവിടെ ശ്രുതി, ആ ശ്രുതി അടുത്ത് അവിടാണ് ഞാൻ ഓക്കെ. കാരണം അങ്ങനെ അത് വലിയ പ്രയാസം പാടാൻ. കാരണം ടച്ച് ചെയ്ത് പാടുന്നുണ്ടല്ലോ, അപ്പൊ ആ ശ്രുതി തന്നെ നിൽക്കണം. ഇവിടെ വല്ല ലിറിക്സ് വല്ലതും മറന്നുപോയോ അത് കഴിഞ്ഞ് വന്നപ്പം? അതല്ല ചോദിച്ചത്. കാരണം അത് കഴിഞ്ഞിട്ട് എന്തോ അവന തന്നെന്നോ എന്തോ പാടിയെന്ന് തോന്നുന്നു എനിക്ക്. അല്ല, അത് ശരിക്കുള്ളതാണ്. അവിടെ എന്തോ ഒരു സംതിങ് ഒരു ഇതുപോലെ തോന്നി. ബിഹാക്കി അത് അതല്ല ലാരാരി എല്ലാം ശ്രുതി വായിക്കണ്ട, അത്രേ ഉള്ളൂ. മുച്ച്കോ അവിടെയൊക്കെ ഇതിന്റെ ഈ എന്താന്ന് വെച്ചാൽ ശ്രുതിയുടെ ഒരു ചെറിയ ടച്ച് ചെയ്ത് പോകുന്നോണ്ടുള്ള ചെറിയ പ്രശ്നങ്ങൾ. ടോട്ടലി നന്നായിരുന്നു. കുറച്ചുകൂടെ എക്സ്പ്രഷൻസ് ആവാം. ബട്ട് ഗുഡ്, നൈസ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ശരത് സർ. ബ്യൂട്ടിഫുൾ കോമ്പോസിഷൻ, ഉഗ്രം പാട്ട്. ഞാനത് ഇങ്ങനെ സ്റ്റാൻഡ് എടുത്തിട്ട് പറയാം, ആ 7th തന്നെ നിൽക്കുകയാണ് ആ പല്ലവി. അയ്യോ എന്ത് രസമായിട്ടാണ് ചെയ്തേക്കുന്നത്, എങ്ങനെ പാടി വെച്ചേക്കുന്നത് ദൈവമേ. ഇതൊന്നും അല്ല കേട്ടോ, നമ്മൾ മിക്കവാറും ഉള്ളവർക്കൊക്കെ ഉള്ള ഒരു ധാരണ ആശാജി ഇതുപോലുള്ള ഈ എന്താണ് ഈ പെപ്പി നമ്പേഴ്സ്, ഐറ്റം നമ്പേഴ്സിൻ്റെ ഉസ്താദാണെന്ന്. അല്ല, മറ്റേ സൈഡും കൂടെ ഒന്നും നോക്കണം. എൻ്റെ ദൈവമേ, ഭ്രാന്ത് പിടിക്കും ചിലതൊക്കെ പാടി വെക്കുന്ന കേട്ടാൽ. നന്നായിട്ട് തന്നെ പാടി ശ്രേയ. കാര്യം ഇപ്പം MG അണ്ണനും മഞ്ജരിയും പറഞ്ഞില്ലേ, ആ ഏരിയയൊക്കെ തന്നെയാണ് ഞാനും നോട്ട് ചെയ്തേക്കുന്നത്. പിന്നെ ആ ക്രോമാറ്റിക്കിന് കുറച്ചും കൂടെ ക്ലാരിറ്റി ആവാം, അതിനാവാം, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ബാക്കിയൊക്കെ ചില ഏരിയ ഒക്കെ നല്ല സുഖം ഉണ്ടായിരുന്നു കേൾക്കാൻ. എനിക്ക് കുറെ ഇഷ്ടമായി. കമന്റ് കഴിഞ്ഞുള്ള എക്സ്പ്രഷനാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ല ഇനിയും പറയണോ? എന്നാ പറയാം. അല്ലല്ലോ ശ്രേയ, ഐ ആം പ്രൗഡ് ഓഫ് യു. ഒരുപാട് ഭാഗങ്ങൾ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ആശാജിയുടെ ഒരു ഭയങ്കര ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഈ കട്ട്സ് ഉണ്ടല്ലോ. ഈ കട്ട്സിന്റെ ഇടയിൽ പുള്ളിക്കാരി ഈ ബ്രെത്തിന് വരെ
കൊടുക്കുന്ന ഒരു expression ഉണ്ട്. എക്സ്പ്രഷൻ ഉണ്ട്. ബ്യൂട്ടിഫുൾ ആണ് എൻ്റെ അമ്മോ. അതൊക്കെ അന്തക്കാലത്ത് മൈക്ക് എങ്ങനെ ക്യാപ്ചർ ചെയ്തു എന്നുള്ളതാണ്, ആ സ്മോൾ എക്സ്പ്രഷൻസ് വരെ. അരെ വാ. അപ്പോൾ ശ്രേയ നന്നായിട്ട് തന്നെ പാടി. ഈ പറഞ്ഞ ഇവർ 3 പേരും പറഞ്ഞ കോമൻസ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. ഈ പാട്ട് ഇനി വേറെ എവിടെയെങ്കിലും പാടുന്നുണ്ടെങ്കിൽ ഈ മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്താം. ഉറപ്പായിട്ടും. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. ഓക്കെ, മാർക്സ് ചോദിക്കാം. MG സാർ. 9. താങ്ക് യു സാർ. താങ്ക് യു സാർ. ശരത് സാർ. ഒരു പാട്ടുണ്ട് തമിഴിൽ, പരമശിവൻ കഴുത്തിലിരുന്ന് പാമ്പ് കേട്ടത് ഗരുഡ സൗഖ്യമാ. വളരെ ഫേമസ് സോങ് ആണ്. ഫേമസ് പാട്ടാ. വളരെ യാരും famous. ഇറുക്കുമിടത്തിൽ ഇരുന്ന് കൊണ്ടാൽ എല്ലാ സൗഖ്യമേ, ഗരുഡൻ ചൊന്നത്. എന്താണ് ആ ചോദ്യവും ഉത്തരം തമ്മിലുള്ള എന്താണ് ബന്ധം? അതല്ല, പരമശിവന്റെ കഴുത്തിലായതുകൊണ്ടാണ് അത് ചോദിച്ച ഗരുഡന്റെ അടുത്ത് സൗഖ്യമാണോ ചിഹ്നത്തില്ലേ. അപ്പൊ അതുകൊണ്ടാണ് ഗരുഡൻ പറഞ്ഞത് എല്ലാവരും ഇരിക്കേണ്ട അടുത്ത് ഇരുന്ന എല്ലാം നേരെയാണ്, സൗഖ്യമാണെന്ന്. അതുകൊണ്ട് ഇവിടെ കെട്ടേണ്ടത് എടുത്ത് ഇവിടെ കെട്ടേണ്ടത്. മനസ്സിലായില്ല? ഇതിനാണല്ലേ ഇനി മാർക്ക് 9.2 മാർക്സ്. താങ്ക് യു സാർ. താങ്ക് യു സാർ. ചേച്ചി. ശ്രേയയുടെ മാർക്സ് ദാ പറന്ന് 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 പോകുന്നു. ഓക്കെ, താങ്ക് യു ചേച്ചി. ടോട്ടൽ 18.2. സൂപ്പർ. താങ്ക് യു. ഓക്കേടാ. Ni pa ma ga sa sa